പക്ഷേ ഈമാനിന്റെ കനം കൊണ്ട് അത്തരം ആളുകൾ റുഖിയ ചെയ്യാൻ അവരാവശ്യപ്പെടാതെ അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്നവരാ. എന്താണ് അതിന്റെ മഅനയെന്ന് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യക്തവൂൻ. ഇഖ്തവ എന്ന് പറയുന്നത് ചൂട് വെച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു രീതിയാണ്. പണ്ടൊക്കെ തീ കൊണ്ട് അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് ശരീരം കരിച്ചു കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സ്കിന്നങ്ങ് കരിഞ്ഞു പോകും. ഇന്നത്തെ റേഡിയേഷൻ പോലെ അല്ലാതെ ഇന്നത്തേത് അൽ ഖയ്യുൽ ബാരിദ് എന്ന് പറയാം, തണുത്ത കൈയാണ്. കൈ എന്ന് പറഞ്ഞാൽ ചൂടാക്കുക എന്നാണ്. നമ്മുടെ മലയാളത്തിലെ കൈയല്ലേ, അറബിയിലെ കൈ അൽ ഖയ്യു ബിന്നാർ, തീ കൊണ്ട് ചൂടാക്കുന്ന ഒരു ചികിത്സക്കാണ് ഇത് പറയാം. റേഡിയേഷൻ അങ്ങനെയാണോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞത് അങ്ങനെയല്ല. റേഡിയേഷൻ ആ കാറ്റഗറിയിൽ വരുന്നത്. കാരണം ശരീരത്തിൽ അടയാളങ്ങൾ പതിഞ്ഞ് ശരീരം വൃത്തികേടാകുന്ന മനുഷ്യർ സ്വാഭാവികമായും വേണ്ടെന്ന് വെക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. തങ്ങളത് അനുവദിച്ചതാണ്, അത് ജായിസാണ്. പക്ഷെ തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, തങ്ങളത് ജായിസാണെന്ന് പറഞ്ഞതാണ്. അത് ചെയ്യാത്തവരാണ് പക്ഷിലക്ഷണമോ ശകുനമോ നോക്കാത്തവരാണവർ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ചെയ്യേണ്ട എല്ലാ അസ്ബാബുകളും ചെയ്തതിന് ശേഷം അല്ലാഹുവേ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന മുഅ്മിനീങ്ങളാണ് ഈ 70,000 ആളുകൾ എന്ന് പറയുന്നത്. അവര് സ്വഹാബികളിലുണ്ട്, താബിഈങ്ങളിലുണ്ട്, താബിഈങ്ങളിലുണ്ട്, ലോകാവസാനം വരാൻ പോകുന്നവരിലും ഈ ഹിസാബില്ലാത്ത ആളുകളുണ്ടെന്ന് നബി തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഉകാശത്ത് ബിനു മിഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഉകാശത്ത് ബിനു മിഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഉദ്ഉല്ലാഹ യജഅലനീ മിൻഹും. നബിയേ, ആ 70,000-ൽ എന്നെയും പെടുത്താൻ അല്ലാഹുവിനോട് അങ്ങൊന്ന് ദുആ ചെയ്യണമേ. ഖാല അൻത മിൻഹും. തവക്കുൽ കൊണ്ട് അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് ഭരമേൽപ്പിക്കുന്ന സ്വഹാബിയാണെന്ന് നബി തങ്ങൾക്ക് ബോധിച്ചതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞു, അൻത മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്. ഉകാശ, നിങ്ങൾക്ക് ആ സൗഭാഗ്യമുണ്ട്. ഇത് പറഞ്ഞപ്പോ വേറെ ഒരാൾ പറഞ്ഞു, നബിയേ ഉദ്ഉല്ലാഹ യജഅലനീ മിൻഹും, എന്നെയും ആ കൂട്ടത്തിൽ പെടുത്താൻ ദുആ ചെയ്യണേ. ഹബീബാ നബി തങ്ങൾ അയാൾക്ക് മറുപടി കൊടുത്തത്, സബഖക ബിഹാ ഉകാശ, നിങ്ങൾക്ക് മുമ്പേ ഉകാശ അത് കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയാൻ കാരണമുണ്ടായിരിക്കാം. ഒന്നുകിൽ ആ മനുഷ്യനത് അർഹിക്കാത്ത ആളായിരിക്കാം. അർഹിക്കാത്ത ആളോട് അർഹിക്കുമെന്ന് തങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് സബഖക ബിഹാ ഉകാശ എന്ന് തങ്ങൾ പറഞ്ഞതെന്നതിന് ഏറ്റവും മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട്. നബി തങ്ങൾ എങ്ങാനും നിങ്ങൾക്കതുണ്ട് എന്ന് പറയുകയും ആ സദസ്സിലിരിക്കുന്ന ആളുകൾ ഓരോരുത്തരും എനിക്ക് വേണം നബി, എനിക്ക് വേണം, എന്നെയും അതിൽ പെടുത്തണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ അനുയായികളോട് നിങ്ങളില്ലെന്നോ നിങ്ങളെ പറ്റില്ലെന്നോ നിങ്ങൾ അതിന് കൊള്ളില്ലെന്നോ പറയാൻ ഹബീബിന് പറയാൻ കഴിയില്ല. അവരെയൊക്കെ നബി തങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടി വരികയും ചെയ്താൽ പിൽക്കാലത്ത് വരാൻ പോകുന്ന മുഅ്മിനീങ്ങൾക്കൊരു നിരാശ വരും. 70,000 ആളുകൾ ഹബീബിന്റെ കാലത്ത് തന്നെ തികഞ്ഞു കാണും. ആ കോട്ട തീർന്നു കാണും. ഇനി ഞങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങളുടെ ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പിൻഗാമികൾക്ക് തോന്നാതിരിക്കാനാണത്രേ ഹബീബാ നബി തങ്ങൾ നിങ്ങൾക്ക് മുമ്പ് ഉകാശത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആ ബാബ് വാതിലവിടെ അടച്ചു വെച്ചു, തങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ കരുണയാണ് ഹബീബ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നൂറ്റാണ്ടുകൾക്ക് ശേഷം വരാൻ പോകുന്ന മുഅ്മിനുകൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങൾക്കും 70,000-ൽ ഒരിടം കിട്ടാൻ അവസരമുണ്ട് എന്ന് പ്രതീക്ഷ നൽകാൻ വേണ്ടി ഹബീബാ നബി തങ്ങൾ ഉകാശ റളിയല്ലാഹു അൻഹുവിനോട് മാത്രം അത് നൽകി. നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരാൾക്കും ഇനി ചോദിക്കാൻ അവസരമില്ലാത്ത വിധം ആ വാതിൽ നബി തങ്ങൾ കൊട്ടിയടച്ചു അവരുടെ മുമ്പിൽ. സബഖക ബിഹാ ഉകാശ, നിങ്ങളുടെ മുമ്പിൽ ഉകാശ അത് കൊണ്ടുപോയല്ലോ. ഈ ഹദീസ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ എന്നവർ പറയുന്നത് എന്തിനാണ്? നേരത്തെ പറഞ്ഞ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അസ്-സുലമി തേള് കുത്തിയപ്പോൾ മഹാനവറുകൾ ഉറങ്ങാതെ പാതിരാത്രി ഉണർന്നു നിൽക്കുകയും ആകാശത്തേക്ക് നോക്കുകയും ആ നക്ഷത്രം മുതിർന്നു വീഴുകയും കണ്ട അനുഭവം പറഞ്ഞപ്പോഴേ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ റുഖിയ ചെയ്തു, ഞാൻ റുഖിയ ചെയ്തു. ആ റുഖിയ ചെയ്തത് നല്ലത് തന്നെ.
അഹ്സന മൻ തഹാ ഇലാ മാ സമിഅ, നിങ്ങൾ കേട്ടതനുസരിച്ച് ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹമത്തിൻ എന്ന് പറഞ്ഞ ഹദീസ് അനുസരിച്ച് നിങ്ങളാ ചെയ്തത് ശരി തന്നെയാണ്. എന്നാൽ റുഖിയ പോലും വേണ്ടെന്ന് വെച്ച് അള്ളാഹുവിന് വേണ്ടി പരിപൂർണമായ തവക്കുൽ ചെയ്യുന്ന ചില മഹാന്മാർ 70,000 ആളുകളുണ്ട്. അവരിൽ അള്ളാഹു ഒരാളോടും വിചാരണ പോലും ചെയ്യാതെ സ്വർഗം നൽകുമെന്ന് പറഞ്ഞ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആ റുഖിയ പോലും ചെയ്യാതെ നിങ്ങൾക്ക് തവക്കുലാക്കാമായിരുന്നില്ലേ? മഹാനവറുകളോട് ഹുസൈൻ എന്നിവരോട് ചോദിക്കുകയാണ്, അങ്ങനെയായിരുന്നെങ്കിൽ ആ 70,000-ൽ പെടാനുള്ള ഭാഗ്യം അള്ളാഹു നിങ്ങൾക്ക് നൽകുമായിരുന്നല്ലോ. റുഖിയ ചെയ്യരുത് എന്നല്ല ഇത് പറഞ്ഞതിന്റെ അർത്ഥം, അതല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. റുഖിയ ചെയ്യണം, അത് സുന്നത്താണ്. തങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റുഖിയ വന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജിബ്രീൽ തങ്ങൾ നബി തങ്ങൾക്ക് റുഖിയ ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴേ? പരിശുദ്ധമായ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും 2 സൂറകൾ ഇറങ്ങാൻ കാരണമായ സംഭവം പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചു. മഹാന്മാരായ മുഫസ്സിറുകൾ ഈ 2 സൂറകളുടെയും തഫ്സീറുകളിൽ ഒരുപാട് റിവായത്തുകളിൽ സ്വഹീഹായ സനദുകളിൽ തന്നെ ഈ സംഭവം ഉദ്ധരിക്കുകയും ചെയ്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. മഹദി പറയാണ്, എന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളോളം ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. പുണ്യനബി തങ്ങൾക്ക് ക്ഷീണം വന്നതുപോലെ തങ്ങൾ അസുഖബാധിതനായി തങ്ങൾ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ എന്റെ ഹബീബിനൊരു അസുഖവുമില്ലായിരുന്നു. തങ്ങൾക്ക് അസുഖമുണ്ട്. തങ്ങൾ വിചാരിക്കുന്നു അവിടുത്തെ ഭാര്യമാരുടെ അരികത്ത് തങ്ങൾ പോയെന്നും അവരുടെ കൂടെ നബി തങ്ങൾ കിടന്നുവെന്നും തങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ തങ്ങൾ രോഗശയ്യയിൽ കിടപ്പാണ്. തങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, തങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ഹബീബാ നബി തങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നബിയേ എന്ത് സംഭവിച്ചു? നബിയേ അങ്ങേക്ക് എന്ത് സംഭവിച്ചു? ഒന്നുമില്ല ആയിഷ, ഒന്നുമില്ല. തങ്ങൾ അങ്ങനെ മറുപടി പറയും. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ആയിഷ ഖദ് അഖ്ബറനി റബ്ബി ഫീമസ്തഫ്തൈതീനി, ഏതൊരു വിഷയത്തിലാണോ നിങ്ങൾ എന്നോട് വിശദീകരണം ചോദിച്ചത്, എന്തു പറ്റി നബിയെ എന്നങ്ങ് എന്നോട് ചോദിച്ചുവല്ലോ, അതിനൊരു മറുപടി ആയിഷ അല്ലാഹു എനിക്കിന്ന് കാണിച്ചു തന്നു. എന്താ നബിയെ, എന്താണ് അങ്ങേക്ക് സംഭവിച്ചത്? പറഞ്ഞു, ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. 2 മലക്കുകൾ ഒരു മലക്കന്റെ തലയുടെ ഭാഗത്തും മറ്റൊരു മലക്കന്റെ കാലിന്റെ ഭാഗത്തും വന്നിരുന്നു. അങ്ങനെ കാലിന്റെ ഭാഗത്തുള്ള മലക്ക് തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്കിനോട് ചോദിക്കുന്നു, മാ ബാലു ഹാദർ റജുൽ, ഈ മഹാനായ അഷ്റഫുൽ ഖൽഖിന് എന്താണ് സംഭവിച്ചത്? തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്ക് മറുപടി പറയുന്നു. ഇത് തങ്ങൾ കേൾക്കുകയാണ് സ്വപ്നത്തിൽ. ഖാല മത്ബൂബ്, നബി തങ്ങൾക്കാരോ മാരണം ചെയ്തിട്ടുണ്ട്, സിഹ്ർ ചെയ്തിട്ടുണ്ട്. സിഹ്ർ എന്ന് പറയുന്നത് പിശാചിനെ ആരാധിക്കുകയോ പിശാചിനെ പൂജിക്കുകയോ ചെയ്യുന്ന ആളുകൾ പിശാചിന്റെ സേവ ഉപയോഗിച്ച് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പണിക്കാണ് സിഹ്ർ എന്ന് പറയുന്നത്. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്. അത് പഠിക്കുന്നതോ അത് ചെയ്യുന്നതോ അത് ചെയ്യിപ്പിക്കുന്നതോ അതിന് കാശ് കൊടുക്കുന്നതോ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതോ എല്ലാം ഹറാം, എല്ലാം ഹറാം. അത്ര വലിയ കുറ്റമാണ്. ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനാണ് ഇത് ചെയ്യുക. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ഉമ്മത്തിൽ ലോക അടിസ്ഥാനത്തിൽ തന്നെ സിഹർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ സേവ. നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ദ ധരിച്ചിട്ട് പോലും സിഹർ ചെയ്യപ്പെടുന്ന ആളുകൾ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇസ്ലാമേതര ആരാധനാലയങ്ങളിലേക്ക് പൂജകൾ ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പോയിട്ട് മാരണം ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നത് സത്യമാണ്. അല്ലാഹുവിനെ പേടിച്ചോളൂ പെണ്ണുങ്ങളെ, പടച്ചവനെ പേടിച്ചോളൂ. അല്ലാഹുവിനെ കൂടാതെ പടച്ച തമ്പുരാന്റെ സംവിധാനത്തിൽ നിന്ന് മറികടക്കുകയും പിശാചിനെ സേവിക്കുകയും പിശാചിനെ പൂജിക്കുകയും ചെയ്ത് ആണിയടിച്ചുകൊണ്ടോ കെട്ടിട്ടുകൊണ്ടോ ജപിച്ചുകൊണ്ടോ മന്ത്രം ചൊല്ലിയിട്ടോ ആളുകളെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പരിപാടി ഒരു മുസ്ലിം പേരുള്ള ഒരാൾ ചെയ്താൽ പോലും അമുസ്ലിമായ ആൾ ചെയ്താലും ആര് ചെയ്താലും അവരെ സമീപിക്കുന്നതോ ചെയ്യിക്കുന്നതോ ചെയ്യുന്നതോ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്. വെറും ഒരു കബീറത്തല്ല, വൻപാപങ്ങളിലെ വൻപാപമാണ്. അക്ബറുൽ കബായിറിൽ പുണ്യനിബിധങ്ങൾ ഉൾപ്പെടുത്തിയ വൻപാപമാണത്.
എങ്ങനെയാണ് അതൊക്കെ പൊറുക്കപ്പെടുക? എത്ര പ്രയാസമുണ്ടാക്കും ആളുകൾക്ക്. ചെയ്യരുത്. എന്തിനാണ് ഈ അസൂയ പടച്ചവനെ? ആരോടാണ് ഈ അസൂയ? കുടുംബം തെറ്റിക്കാന്, ഇറങ്ങി ഓടാന്, വീട് നശിച്ചു പോകാന്, സാമ്പത്തികമായി തകരാന് എന്നൊക്കെ ലക്ഷീകരിച്ച് അല്ലാഹു കൊടുത്തൊരു ഖലാഇനെ വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു സിഹർ സംഭവിച്ചാൽ പോലും അതിന്റെ ഉപദ്രവം സംഭവിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വേണം. അള്ളാഹ് തീരുമാനിക്കാതെ ഒരു പിശാചിനും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അത്തരം തിന്മകൾ ചെയ്യുന്നതോ ചെയ്യിപ്പിക്കുന്നതോ സഹായിക്കുന്നതോ അതിന് പോകുന്നതോ അവിടെ പോയി സമയം ചെലവഴിക്കുന്നതോ എല്ലാം ഇസ്ലാമിന് വിരുദ്ധമാണ്, ചെയ്യാൻ പാടുള്ളതല്ല. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ, അല്ലാഹു പുറത്തു തരട്ടെ. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ. തൗബ ചെയ്ത് മടങ്ങണമേ. അല്ലാഹുവിന്റെ റസൂലിനെ നശിപ്പിക്കാൻ, തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അന്നത്തെ ജൂതന്മാർ ഒരുപാട് പ്രവർത്തികൾ ചെയ്ത് ആ പ്രവർത്തികളൊന്നും വിജയിക്കാതെ വന്നപ്പോ അവസാനം അവർ ഉപയോഗിച്ച വഴിയാണത്. 11 തവണ ഹബീബിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. 11 മർഡർ അറ്റംപ്റ്റുകൾ അള്ളാഹുവിന്റെ ഹബീബ് സർവൈവ് ചെയ്തതാണ്. 11 വധശ്രമങ്ങൾ നബി തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. 11 തവണ. അതിൽ അവസാനത്തേതാണ് ലബീദ് ഇബ്നു അസ്സം എന്ന് പറയുന്ന ബനൂ സുറൈഖ് എന്ന് പറയുന്ന ജൂത കുടുംബത്തിൽപ്പെട്ട ഹലീഫ് ബനി സുറൈഖിൽപ്പെട്ട ലബീദ് എന്ന് പറയുന്ന മനുഷ്യൻ. അയാൾ ജൂതനായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെതിരെ പുണ്യനബി തങ്ങളെ തളർത്താനും ഇല്ലായ്മ ചെയ്യാനും അയാൾ ചെയ്ത പണിയായിരുന്നു ഈ സിഹർ എന്ന് പുണ്യനബി തങ്ങൾക്ക് അല്ലാഹു വിവരം കൊടുത്തു. ആയിഷ, നിങ്ങൾ എന്താണോ എന്നോട് ചോദിച്ചിരുന്നത് അതിന് മറുപടി അല്ലാഹു നൽകിയിട്ടുണ്ട് ആയിഷ എന്ന് പറഞ്ഞ് ഹബീബ് പറയാൻ തുടങ്ങി. എന്റെ കാലിന്റെ ഭാഗത്തിരിക്കുന്ന മലക്ക് ചോദിച്ചു, മാ ബാലു ഹാദർ റജുൽ, എന്താണ് ഇവർക്ക് സംഭവിച്ചത്? തലഭാഗത്തെ മലക്ക് മറുപടി പറയുന്നു, മത്ബൂബ് എന്ന് പറഞ്ഞാൽ മസ്ഹൂർ, സിഹർ സംഭവിച്ചിട്ടുണ്ട്. വമൻ തബ്ബഹു, ആരാണത് ചെയ്തത്? പേര് പറഞ്ഞു കൊടുത്തു. ലബീദ് ഇബ്നു അസ്സം ഹലീഫ് ബനി സുറൈഖ്. ബനൂ സുറൈഖ് ഗോത്രക്കാരുടെ അലയൻസിൽപ്പെട്ട ലബീദ് ഇബ്നു അസ്സം ആണത് ചെയ്തത്. ബിമ തബ്ബഹു, എന്തുപയോഗിച്ചിട്ടാണ് ചെയ്തത്? ഖാല ബിമുഷ്തിഹി വമുശാത്തത്തി റഅസിഹി, നിബിതങ്ങളുടെ തലമുടി ചീകി വെക്കാൻ ഉപയോഗിക്കുന്ന ചീർപ്പിന്റെ പല്ലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്. വഅൈന ഹുവ, എവിടെയാണത്? ഖാല, ആ മലക്ക് മറുപടി പറഞ്ഞു, ഫീ ബിഇരി ബനി ദർവാൻ, ബനൂ ദർവാൻ ഗോത്രക്കാരുടെ ഈത്തപ്പന തോട്ടത്തിലെ ഒരു പൊട്ടക്കിണറുണ്ടല്ലോ, ആ കിണറിൽ കൊണ്ടുപോയി തഹ്ത റാഊഫത്തിൻ, ഒരു വലിയ പാറക്കല്ലിന്റെ താഴെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, കെട്ടുകളിട്ടിട്ട്. പുണ്യനബി തങ്ങൾ എഴുന്നേറ്റു, സ്വപ്നം കണ്ടുകൊണ്ട് എഴുന്നേറ്റു. ഉടനെ വിളിച്ചു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ. രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ പോകണം, ബനൂ ദർവാൻ ഗോത്രത്തിന്റെ ആ തോട്ടത്തിൽ പോകണം. അവിടെ ഒരു കിണർ കാണും. മദീനയിൽ നിന്ന് ദൂരെയാണത്, ഖൈബറിലേക്കുള്ള വഴിയാണ്. ദൂരം പോകാനുണ്ട്, കിലോമീറ്ററുകൾ യാത്ര ചെയ്യാനുണ്ട്. അവിടെ ചെല്ലണം. അവിടെ നിങ്ങൾ കിണറ്റിൽ വെള്ളം നിങ്ങൾ കോരി ഒഴിവാക്കി അതിന്റെ താഴെ ഒരു വലിയ പാറക്കല്ല് കാണും, പരന്ന ഒരു പാറക്കല്ല്. അത് പൊക്കിയെടുക്കാൻ കഴിയും. അതിന്റെ താഴെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും. അതെടുത്ത് പുറത്തു കൊണ്ടുവരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം അല്ലാഹു നൽകിയത് ഈ ഉമ്മത്തിന്. നമുക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, എന്താണ് ചികിത്സിക്കേണ്ടത്, എന്തു ചെയ്യണം എന്ന് പറയാൻ അല്ലാഹു പഠിപ്പിച്ചു തരുന്നൊരു രീതിയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിന് സാക്ഷിയാണ്. തങ്ങളും കൂടെയുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ബനൂ ദർവാൻ ഗോത്രക്കാരുടെ തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ ആ ഈത്തപ്പനയുടെ തലകൾ കണ്ടപ്പോ പിശാചുക്കളുടെ തല നിൽക്കുന്ന പോലെ ആ ഈത്തപ്പന തോട്ടത്തിന് എന്തോ ഒരു ഖനീഭവിച്ച ഭീകരമായൊരു രൂപം. ആ വെള്ളം ഞങ്ങൾ നോക്കുമ്പോൾ മൈലാഞ്ച് കലക്കിയതുപോലെ
തങ്ങൾക്ക് ചെയ്ത സിഹറിന്റെ മാരണത്തിന്റെ കനം കൊണ്ട് ആ വെള്ളം പോലും മൈലാഞ്ചി കലക്കിയതുപോലെ നിറം മാറിയിരിക്കുന്നു. മഹാനായ അലി തങ്ങളും അമ്മാർ എന്നവരും അതിലേക്ക് ഇറങ്ങി ആ വെള്ളം മുഴുവനും തേകി ഒഴിച്ചു കളഞ്ഞു. ആ പറഞ്ഞ പോലെ റാഊഫ എന്ന് പറയുന്ന പാറക്കല്ല് കിട്ടി. അതിന്റെ താഴെ നോക്കുമ്പോൾ പുണ്യനബി തങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഈത്തപ്പഴത്തിന്റെ കുല, ആ കുല ഈത്തപ്പഴം പറിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചൂല് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറുമല്ലോ, അത് തെങ്ങിൻ കുല പോലെ. അങ്ങനെ ഒരു ഈത്തപ്പഴ കുല അത് കയറ് വെച്ച് കെട്ടിയിട്ട് അതിലൊക്കെ ഓരോ കെട്ടിലും 11 കെട്ടുകൾ ഉണ്ടായിരുന്നു. ഓരോന്നിലും ആണിയടിച്ച് ഹബീബാ നബി തങ്ങൾക്ക് സിഹർ ചെയ്ത സാധനം കയ്യിൽ കിട്ടി. റസൂലുള്ളാഹി തങ്ങളുടെ അരികത്തേക്ക് അവർ അത് കൊണ്ടുവന്നു. അലി റളിയല്ലാഹു അൻഹു വനസലൽ അമീനു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഹബീബാ നബി തങ്ങൾ കിടക്കുകയാണ് അവിടെ. പുണ്യനബിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ജിബ്രീൽ തങ്ങൾ മന്ത്രിച്ചൂതി കൊടുത്തു, റുഖ്യ ചെയ്തു. ഇത് സ്വഹീഹായ സംഭവമാണ്. ഇത് കള്ള കഥയാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുന്നതല്ല. തഫ്സീറുകൾ മുഴുവനും ഉമ്മഹാത്തു തഫാസീർ, ഇമാം ഖുർതുബി, തൊബരി, ഇബ്നു കസീർ അടക്കം, റാസി ഇമാമിന്റെ തഫ്സീർ അടക്കം, തഫ്സീറുൽ കബീർ അടക്കം ഉമ്മഹാത്തു തഫാസീറുകളിൽ മുഴുവൻ രേഖപ്പെട്ട് കിടക്കുന്ന എത്രയോ റിവായത്തുകൾ. തൊബരി ഇമാം എത്ര റിവായത്താ ഉദ്ധരിച്ചത്. അങ്ങനത്തെ പ്രബലമായൊരു സംഭവം. ഇതിനെ നിഷേധിക്കുന്നവർക്കെതിരെ കിതാബ് എഴുതിയ ഇമാമിങ്ങളുണ്ട്. ഈ സംഭവം കള്ളക്കഥയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് നമ്മുടെ മലയാളത്തിലുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് കള്ളക്കഥയാണ്, എന്താ മായാവിയോ ഡിങ്കൻ കഥ, ഇതൊക്കെ പറയാം. ഹദീസിലും സനദിലും റിവായത്തുകളിലും രേഖപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളെ ഒരു മുസ്ലിമിന് നിഷേധിക്കാൻ പറ്റുമോ? അത് ഉള്ളതല്ലേ, അത് വിശ്വസിക്കുന്നവനല്ലേ മുഅ്മിൻ. അവരോടല്ലേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ, അല്ലാത്തവരോട് വർത്താനമില്ലല്ലോ. അവരുടെ പാട്ടിന് പൊയ്ക്കോട്ടെ. ഇത് മുഅ്മിനീങ്ങൾ കേൾക്കേണ്ട കാര്യമാണ്. ഹബീബാ നബി തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ തങ്ങൾ ഇറങ്ങി വന്നു. തങ്ങളുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക മിൻ ശർരി ഹാസിദിൻ വഐനിൻ അല്ലാഹു യശ്ഫീക്. മഹാനവറുകൾ 11 തവണ നബി തങ്ങൾക്ക് വേണ്ടി ഊതിക്കൊടുത്തു. അത് റുഖ്യയാണ്. ജിബ്രീൽ തങ്ങൾ മഹാനായ അഷ്റഫ് ഹൽഖ തങ്ങൾക്ക് മന്ത്രിച്ചൂതി കൊടുത്ത റുഖ്യയാണത്. ബിസ്മില്ലാഹി അർഖീക്, അല്ലാഹുവിന്റെ ഇസ്മ കൊണ്ട് നബിയെ അങ്ങേക്ക് ഞാൻ റുഖ്യ ചെയ്തു തരുന്നു. റുഖ്യ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക. എന്തേ മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മെല്ലെ പറയാനാ. എന്ത് മെല്ലെ പറയാ? ഖുർആനും ആയത്തും ദുആയും മെല്ലെ പറയാ. അതിനായിട്ട് മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിച്ച് ഊതുക, മെല്ലെ ഊതിയിട്ട് ഉറക്കം മയക്കി വെച്ചിട്ടൊന്നല്ലത് ചെയ്യാ. അത് രോഗിയെ അടുത്ത് വിളിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അതിനാണ് ഈ മന്ത്രിക്കുക. മന്ത്രി ഒഴിവാക്കി നീ വേറെ മുഖ്യമന്ത്രിയാക്കാന്ന് എന്തെങ്കിലും പേരിടാൻ പറ്റുമെങ്കിൽ അയക്കോ. അതാണ് പ്രശ്നമെങ്കിൽ മെല്ലെ പറയാന്നതിന് ഉദ്ദേശമുള്ളൂ. മെല്ലെ പറയാന്നതിന് ഉദ്ദേശമുള്ളൂ. റുഖ്യ ചെയ്യുക. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക്. നബിയെ അങ്ങയെ പ്രയാസപ്പെടുത്തുന്ന എല്ലാറ്റിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് കാവൽ തരട്ടെ. മിൻ ശർരി ഹാസിദിൻ വഐനിൻ, കണ്ണേറിൽ നിന്ന് അസൂയക്കാരിൽ നിന്ന് അല്ലാഹു കാവൽ തരട്ടെ. അല്ലാഹു യശ്ഫീക്, അല്ലാഹു നിങ്ങൾക്ക് ശിഫ തരട്ടെ. നബിയെ 11 തവണയാ ഓതി കൊടുത്തത് ജിബ്രീൽ തങ്ങൾ അലൈഹിസ്സലാത്തു വസ്സലാം. അതങ്ങ് തീർന്നപ്പോഴേക്കും അതാ ഓതുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്ര കെട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്? എത്ര? 11. ഇനി എണ്ണി നോക്കുക. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഈ 2 സൂറയിലും കൂടി 11 ആയത്തുകളാണ്. തങ്ങൾ ഓതാൻ തുടങ്ങി, ജിബ്രീൽ അലൈഹിസ്സലാം ഓതാൻ തുടങ്ങി. തങ്ങളുടെ മേൽ ആ സൂറത്ത് അവതരിക്കാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പറയുക നബിയേ, ആരാണോ സസ്യലതാദികളെ, വിളകളെ, മണ്ണ് മറനീക്കി മണ്ണിനെ പിളർത്തിയിട്ട് ആരാണോ മുളകൾ, ആരാണോ ചെടികൾ മുളപ്പിക്കുന്നത്, ആ റബ്ബിൽ കാവൽ ചോദിക്കുന്നു. ഒരർത്ഥം കൂടെയുണ്ട്. ആരാണോ രാത്രിയുടെ ഇരുട്ടിനെ മുഴുവനും മറനീക്കി പ്രകാശവുമായി പ്രഭാതത്തിന്റെ നേർവെളിച്ചവുമായി കൊണ്ടുവരുന്ന പ്രഭാതത്തിന്റെ ഉടമസ്ഥനേതോ ആ റബ്ബിൽ കാവൽ ചോദിക്കുന്നു എന്ന് പറയൂ നബിയേ. ഇരുട്ട് ഒരു പ്രയാസം പോലെ അല്ലേ? നമ്മളിപ്പോ ഈ ഇരുട്ടത്തിരിക്കുന്ന പോലെ രാവിലെ ഇതൊരു നട്ടുച്ച നേരത്തെന്ന് ആലോചിച്ച് നോക്കി, ഒരു വേറെ ഫീലായിരിക്കും അല്ലേ? ഇതിപ്പോ പാതിരായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വേറെ പേടിയായിരിക്കും. രാത്രിക്കൊരു ഭയമുണ്ട്. അത് ലൈറ്റ് പോയാലേ മനസ്സിലാവുള്ളൂ.
അവർ പേടി വരും. ചില ആൾക്കാർക്ക് ഉണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പേടിയാണ്. അതൊരു അസുഖമാണ്. ശരിക്കും അതൊരു അസുഖമാണ്. അവർക്ക് ലൈറ്റ് ഇടാണ്ട് ഉറങ്ങാൻ പറ്റില്ല. എനിക്കറിയുന്നൊരു സുഹൃത്തുണ്ട് അങ്ങനെ. ലൈറ്റ് ഓഫാക്കാൻ പ്രയാസമാണ്. ഓഫാക്കിയാൽ പേടിയാണ്. അപ്പോൾ കൂടുതലൊരു ലൈറ്റ് കണ്ട് തന്നെ ഉറങ്ങണം. പിന്നെ അങ്ങ് ശീലമായി പോയി എന്ന് പറയും. പേടിയാണ്. ചിലർക്ക് പേടിയാണ്. ചിലവരെ ഖബർ ഓർമ്മ വരും. ഖബറൊക്കെ ഓർക്കുന്നത് നല്ല കൂലിയുള്ള കാര്യമാണ്, നല്ലതാണ്. അങ്ങനെ ഇരുട്ടിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇരുട്ട് നീങ്ങിയിട്ട് വെളിച്ചം വരുന്നതിനാണ് ഫലക്ക് എന്ന് പറയുന്ന. ഫലക്ക് എന്ന വാക്കിന്റെ ഒരർത്ഥം അതാണ്. മറ്റൊന്ന് ഭൂമിയെ പിളർത്തിയിട്ട് മുളകൾ ചെടികൾ മുളപ്പിക്കുന്ന അല്ലാഹു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഈ രണ്ട് സൂറകളുടെ മഅന ഒന്ന് നോക്കൂ, എത്ര മനോഹരമാണ്. മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവേ, നീ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടികളിൽ നിന്ന് ഉണ്ടായേക്കാൻ ഇടയുള്ള എല്ലാ ശർറിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹുവേ നീയാണല്ലോ വെളിച്ചം കൊണ്ടുവരുന്നത്. ഇരുട്ട് നീക്കി വെളിച്ചം കൊണ്ടുവരുന്ന പോലെ പ്രയാസം നീക്കി ആശ്വാസം കൊണ്ടുവരുന്നവനെ, ദുഃഖങ്ങൾ നീക്കി സന്തോഷം കൊണ്ടുവരുന്നവനെ, നീ സൃഷ്ടിച്ചതാണ് എല്ലാം. ജന്തുജാലങ്ങളാവട്ടെ, ജിന്നുകളാകട്ടെ, പിശാചുക്കളാകട്ടെ നിന്റെ സൃഷ്ടികളാണ്. അൻത ആഖിദും ബിനാസിയതിഹി. നിന്റെ സൃഷ്ടികളുടെ മൂർധാവിൽ പിടിക്കാൻ കഴിയുന്നവനാണല്ലോ റബ്ബേ നീ. അതുകൊണ്ട് അല്ലാഹുവേ, മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളുടെയും ഷർറിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് തന്നെ കാവൽ ചോദിക്കുന്നു റബ്ബേ. മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. രാത്രി ഇരുൾ മുറ്റി വീഴുമ്പോൾ, രാത്രി ഇരുൾ മുറ്റുമ്പോൾ, ഇരുടാകുമ്പോൾ, ഇരുട്ടായി മാറുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. രാത്രിയിൽ ഒന്ന് പിശാചുക്കൾ ഇറങ്ങി നടക്കുന്നതാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ കാണാൻ കഴിയും. പ്രകാശമുണ്ടാകുമ്പോൾ, ചൂടുണ്ടാകുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ പ്രയാസം വരും. ചൂട് നീങ്ങി രാത്രിയാകുമ്പോൾ അന്തരീക്ഷം തണുക്കും. അപ്പൊ അവർക്ക് യഥേഷ്ടം വിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് രാത്രിയിൽ ക്രൈംസ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. കൊള്ളടിക്കലും, തട്ടിക്കൊണ്ടുപോലും, കൊല ചെയ്യലും, തോന്നിവാസം ചെയ്യലും ഇതൊക്കെ പകലിലേറെ നടക്കാൻ സാധ്യത കൂടുതൽ. നടക്കുന്നത് എവിടെയാ? രാത്രിയല്ലേ? രാത്രിയാണ്. അതുകൊണ്ടാ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ആയിഷ ബീവിയോട് നബി തങ്ങൾ കൈപിടിച്ച് പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു. ചന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു, ആയിഷ തഅവ്വദി മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ആയിഷ, നക്ഷത്രം കണ്ടില്ലേ? ചന്ദ്രനെ കണ്ടില്ലേ? ഈ രാവിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത്. ഇരുട്ടായി ഇരുൾമുറ്റി വീഴുന്ന ഒരു രാവ്, ആ രാത്രിയുടെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കണമേ. അതാണ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. പിന്നെ പറയുന്നത് നോക്കൂ, വമിൻ ശർരിൻ നഫ്ഫാഥാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്നവരിൽ നിന്ന് കാവൽ തരണേ റബ്ബേ. കെട്ടുകളുടെ നോട്ട്സ്, KNOT, നോട്ട്, KNOT എന്ന് പറഞ്ഞാൽ കെട്ടിടാണ്. നോട്ട്സ്, കെട്ടുകളുടെ. അത് സിഹ്ർ ചെയ്യുന്നവർ ചെയ്യുന്നൊരു പണിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്ന ശരീരങ്ങളിൽ നിന്ന് കാവൽ തരണമേ. അൽ അൻഫുസ് അന്നഫാഥാത്ത്, ഊതുന്ന പെണ്ണുങ്ങൾ എന്നും അവിടെ അർത്ഥമുണ്ട്. മുഫസ്സിരീങ്ങൾ പറയാ, ഈ പരിപാടി കൂടുതൽ ചെയ്യാൻ ആവേശം പെണ്ണുങ്ങൾക്കായിരിക്കും. അവരാണ് അവിടെ ഇന്ന ആളുണ്ടോലോടി, നീ അറിഞ്ഞോ? അവിടെ പോയ ഇങ്ങനെ ഒരാളുണ്ടോലോ, ആകെ 500 കൊടുത്താൽ മതി. നമ്മൾ ആർക്കൊക്കെ എൻ്റെ വീടൊക്കെ പൊളിഞ്ഞാണ് വീഴും. അല്ലെങ്കിൽ മക്കളൊക്കെ ജോലിക്ക് പോയവരൊക്കെ പണി പോയിട്ട് തിരിച്ചു വരും നാട്ടിലേക്ക്. നീ പോരുന്നോ എന്നും പറഞ്ഞ് കൈപിടിച്ച് എങ്ങനെ പോകുന്നത്? അതാ വലിയ വിറ്റ്. പർദ്ദ നിക്കാബ് കെട്ടിട്ടാ പോണത്. പോകുന്നതോ അല്ലാഹുവേതര ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്ന ആരാധനാലയങ്ങളിലേക്ക്. എല്ലാവർക്കും പൈസയും കൊടുത്തിട്ട് പോരാ, പച്ച ശിർക്ക് ചെയ്തിട്ട്. വലിയ കുറ്റമുള്ള വലിയൊരു അസ്യാൻ, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപം ചെയ്തിട്ട് വരിക. എന്നിട്ട് നാട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, ഞാൻ നോക്കിക്കോ, ഞാൻ കാണിച്ചു കൊടുക്കാൻ. ഈ പറയുന്നവർ, സിഹർ ചെയ്യുന്നവർ അങ്ങനെ പറയുള്ളൂ. ഞാൻ കാണിച്ചുതരാം, ഞാൻ നോക്കിക്കോ, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് എന്നോട് കളിച്ചാൽ എന്താണെന്ന് എനിക്ക് തിരിയും എന്ന ഭാഷ ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളും സിഹർ ചെയ്യുന്നവരായിരിക്കും. അവർക്കിത് പറയാൻ കഴിയും. പേടിക്കണം. ഒരു വകയിൽ നിങ്ങൾക്ക് വീട് വിറ്റ് പോകാൻ പറ്റുമോ? അവരടുത്തുനിന്ന് എവിടേക്കെങ്കിലും പോയി ജീവിക്കുക നല്ലത്. കാരണം അവരടികത്തുള്ള കാലത്തോളം ഉപദ്രവം ഒഴിഞ്ഞു മാറില്ല. ഒന്നുകിൽ അള്ളാഹ് അവർക്ക് ഹിദായത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു മരിച്ചു പോകണം. ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ അപകടമാണ്.
കെട്ടുകളിൽ ഊതുന്നവരിൽ നിന്ന് കാവൽ തരയണമേ. അസൂയ വെക്കുന്ന ആളുകൾ അസൂയ വെക്കുമ്പോൾ അവരുടെ അസൂയയിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. അസൂയക്കാരുണ്ടായിരിക്കും, പക്ഷെ അവർ അസൂയ വെക്കാൻ തുടങ്ങിയാൽ പ്രയാസമാണ്, ഉപദ്രവങ്ങളാവും, പ്രയാസങ്ങളാവും. കുട്ടികൾക്ക് അസുഖമാവും, വലിയവർക്ക് അസുഖമാവും, പ്രയാസങ്ങളാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബാനബി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഈ സൂറത്ത് ഓതിക്കൊടുത്തു. 5 ആയത്തുകളായി. പിന്നെ ഉടനെ ഓതിക്കൊടുത്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പറയുക നബിയേ, ജനങ്ങളുടെ റബ്ബിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവിനോട് കാവൽ ചോദിക്കുകയാണ്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനായ പടച്ചതമ്പുരാനോട് കാവൽ ചോദിക്കുകയാണ്. എന്ത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മനുഷ്യരുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുതരുന്ന പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവേ കാക്കണേ. ഈമാൻ തെറിച്ചു പോകുന്ന ചിന്തകൾ ഖൽബിലേക്ക് ചിലപ്പോൾ വരും. ഒന്നാന്തരം മുഅ്മിനാണ്, ഒന്നാന്തരം മുസ്ലിമാണ്, ഇബാദത്തൊക്കെ വളരെ ക്ലിയറാണ്, എന്നാലും ചില വേണ്ടാത്ത ചിന്തകൾ, എന്താ പടച്ചോനെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് എന്ന് പോലും ഒരു വിശ്വാസി ആലോചിച്ച് പേടിച്ചു പോകും. പടച്ചോനെ എന്റെ ഈമാൻ പോയോ എന്ന്. പേടിക്കേണ്ട, അതൊരു വസ്വാസാണ്. അത് പറയരുത്. ഇങ്ങനെയൊക്കെ തോന്നി, എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി എന്ന് പറയരുത്. മനസ്സിലവിടെ വെക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പുണ്യ നബിയോട് സഹാബിമാര് പറയുമായിരുന്നു, നബിയേ, ഞങ്ങളുടെ നാവുകളിലൂടെ, ഞങ്ങളുടെ മനസ്സിലൂടെ ചിലതൊക്കെ വന്നു പോകുന്നു, പറയാൻ തോന്നുന്നു. ഞങ്ങളെങ്ങാനും അത് തുറന്നു പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കഴുത്ത് മുറിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും, മുർത്തദ്ദായി പോകും. അങ്ങനത്തെ ഗുരുതരമായ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് നബിയേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. തീർച്ചയായും മനുഷ്യന്റെ കേൾവിയും മനുഷ്യന്റെ കാഴ്ചയും മനുഷ്യന്റെ മനസ്സും ചിന്തയും ഇതിനെക്കുറിച്ചെല്ലാം ചോദ്യമുണ്ട് എന്ന് ആയത്തിറങ്ങിയപ്പോഴ് സ്വഹാബിമാര് പറയുകയാണ്, നബിയേ, ഞങ്ങളുടെ മനസ്സുകളിൽ വേണ്ടാത്ത ചിന്തകൾ വന്നു പോകുന്നു, അതിനെക്കുറിച്ചൊക്കെ ചോദ്യമുണ്ടോ? അപ്പോഴാണ് ഹബീബിന്റെ മറുപടി, അൽഹംദുലില്ലാഹില്ലദീ റദ്ദ കൈദഹു ഇലാ വസ്വസത്തിൻ. അല്ലാഹു പിശാചിന്റെ ആ ചതി ഒരു വസ്വാസായി ഒതുക്കി നിർത്തിയല്ലോ. നിങ്ങളത് പറയരുത്, നിങ്ങളത് ചെയ്യരുത്. തോന്നിയതല്ലേ, സാരമില്ല. മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. മനസ്സിൽ പലതും വന്ന് കയറിയിറങ്ങിപ്പോകും. അങ്ങനെ ചിന്തകൾ കയറി ഇറങ്ങുന്നതിന് വിരോധമില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഉറക്കരുത്, നിങ്ങളത് പറയരുത്, അതുപോലെ ചെയ്യരുത്. അതാണ് വസ്വാസുൽ ഖന്നാസ്. മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും ഉണ്ടല്ലോ പിശാചുക്കള്. മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചിൽ നിന്ന് കാവൽ നൽകണമേ എന്ന് നിബിതങ്ങളോട് അല്ലാഹു ചൊല്ലാൻ പഠിപ്പിച്ച ആയത്തുകളാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 2 സൂറകൾ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തെല്ലാം പറയണ്ടേ ഉസ്മാൻ? ഉസ്മാൻ പറയണേ, ഒന്ന് എണീറ്റ് സ്വലാത്ത് ചൊല്ലല്ലേ. സമയമായില്ലേ ഉസ്മാനെ? 10 മണിയായോ? 11 ആയില്ലേ? 1 മണിക്കൂറായി. 1 മണിക്കൂർ 10 മിനിറ്റ്. എന്താ വെല്ലിപ്പാടി സമയം ഭയങ്കര സ്പീഡാണല്ലോ. അല്ലോ, അമീർ ഉസ്താൻ എന്താ അവിടെ ഇരിക്കുന്ന? വരി അമീർ ഉസ്താൻ, ഉസ്താൻ വരി. ഇക്കൂ ഉസ്താനെ കുട്ടി വന്നാലേ? താരം ബഷീർക്കല്ലേ? 2 ബഷീർക്ക്. ഇത് നമ്മളെ സുഹൃത്ത് ബഷീർക്കാണ്. ഇത് നിങ്ങളടുത്തുള്ള അതൊരു ബഷീർക്കാണ്. ഇത് നമ്മൾ തിരൂരിലെ നമ്മളെ സുഹൃത്ത് ബഷീർക്കാണ്. മുമ്പ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ കൂട്ടിക്കൊണ്ടുവന്ന. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹ് ബാറക്കല്ലാഹ് ബാറക്കല്ലാഹ്. സ്വലാത്തിലിട്ടിരിക്കല്ലേ, മറന്നുപോയി. അല്ലെങ്കിൽ ഇരിക്കണേ ഇരുന്നോളൂ കേട്ടോ. 3 സ്വലാത്ത് ചെല്ല. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പെണ്ണുങ്ങൾ എണീറ്റുള്ളൂ. ഒന്ന് എണീക്കാൻ പറ്റുന്നവരൊക്കെ എണീറ്റു. കൈയും കാലൊക്കെ ഒന്ന് അനങ്ങുന്ന നല്ലതാ. ആ ചോരോട്ടൊക്കെ ഉണ്ടാവാനും കാലിന്റെ തരിപ്പൊക്കെ പോകാനൊക്കെ സ്വലാത്തും കൂടാകുമ്പോ ഉണർവായിക്കോളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹു നമ്മുടെ സ്വലാത്തിനെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസാക്കുമുല്ലാഹു ഖൈറ. ഉസ്മാനെ, നമ്മുടെ 18 ആളെ പേരൊന്നില്ലല്ലോ. 18 ആള് ഗൾഫിൽ നമ്മുടെ പരിപാടിക്ക് വേണ്ടി വന്നോണ്ടാ പറഞ്ഞേ. അതിൽ കൂടുതലുണ്ട്, 18 കൂടുതലുണ്ട്. മാഷാ അല്ലാഹ്. കുട്ടികളെ മക്കളൊക്കെ അവിടെ ആക്കിയിട്ട് പോകുന്നതാ. മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്ത സേവനമായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസാക്കുമുല്ലാഹു ഖൈർ. ബറക്കല്ലാഹ്. ഉറക്കം വരുന്നോളൂ, പോയിക്കോളിട്ടാ. ക്ഷീണമുള്ളവരോ തിരക്കുള്ളവരോ. നമ്മുടെ ഇസാഖ് ഉദവി ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മളെ സുഹൃത്താണ് ഇസാഖ് ഉദവി. ഞാൻ മലയാളം പറയുന്ന പോലെ തുർക്കി ഭാഷയിൽ മുമ്പ് വേദം പറയും. തുർക്കി ഭാഷ വേദം പറയുന്നത് മാത്രമല്ല, തുർക്കി ഭാഷയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാ, സക്കറിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അല്ലേ അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ കുനിയ ഉമ്പായിച്ച എന്ന് പറയുന്നൊരു കുനിയ ഇബ്രാഹിം ഹാജി ഉണ്ട്. വലിയ ബോസ് ഇബ്രാഹിം ഹാജി അല്ല, ഓരോ കൂടെ തന്നെ ചെറിയൊരു ബോസ് ഇബ്രാഹിം ഹാജി ഉണ്ടല്ലോ. മൂപ്പരെ പുതിയാപ്പിളയാണ്, എൻ്റെ സുഹൃത്താണ്. അൽഹംദുലില്ലാഹ്. തുർക്കി പോകുമ്പോഴൊക്കെ ഇസാഖ് ഉസ്താദ കൂടെ ഉണ്ടാവുക. അല്ലാഹു ഖൈറും ബർക്കത്തും തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരൊക്കെ ഒരു വിനയവും താഴ്മയുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനീ പറയുന്ന വേള ഇപ്പോൾ ഇതും ഓതി പഠിച്ച ആൾക്കാരപ്പോൾ ഇവിടെ ഇരിക്കണം. നിങ്ങളൊക്കെ ഉസ്താദ്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് ഇൽമു പഠിക്കാനല്ല ഇവിടെ ഇരിക്കണത് എനിക്കറിയാം. അതൊരു എൽമിൻ്റെ സദസ്സിൻ്റെ മജ്‌ലിസിൻ്റെ കൂലി കിട്ടാനാണ് ഞാനീ പറയാൻ പോണതും പറഞ്ഞതും ഇനി പറയാൻ ഉദ്ദേശിക്കുന്നതും ഒക്കെ അറിയുന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു അവരുടെ ആ ഒരു ഫദീലത്ത് നമ്മുടെ സദസ്സിന് ദുആഇന് ഉത്തരത്തിന് കാരണമായി അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റുഖിയ ചെയ്തിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. അതാണ് നമ്മൾ പറഞ്ഞത്. ജിബ്രീൽ തങ്ങൾക്ക് റുഖിയ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ദുആ ചൊല്ലിക്കൊടുത്തു. അതാണ് ബിസ്മില്ലാഹി യർഖീക് മിൻ കുല്ലി ഷൈഇൻ യുദീക മിൻ ശർരി ഹാസിദിൻ വഐനിൻ അല്ലാഹു യശ്ഫീക്. പറ്റുകയാണെങ്കിൽ ഇത് പഠിച്ചു വെച്ചോളി, നല്ലതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആർക്കും റുഖിയ ചെയ്യാൻ ഓതാൻ പറ്റുന്ന ഒരു ദിക്റാണത്, ദുആയാണത്. 11 തവണ രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ചൊല്ലിക്കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഖുർആൻ ഓതി കൊടുത്തു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. 11 കെട്ടുകൾ ഉണ്ടായിരുന്നു നബി തങ്ങൾക്ക് വേണ്ടി സിഹർ ചെയ്ത ആ ഒരു ഈത്തപ്പഴത്തിന്റെ കുലയിൽ. ജിബ്രീൽ തങ്ങൾ ഓരോ ആയത്ത് ഓതുമ്പോഴും അത്ഭുതകരമായി ഓരോ കെട്ടുകൾ അഴിഞ്ഞു തുടങ്ങി. ആ കെട്ടുമ തൊട്ടിട്ടില്ല. ജിബ്രീൽ തങ്ങൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഒന്നഴിഞ്ഞു. മിൻ ശർരി മാ ഖലഖ് രണ്ടാമത്തേത് അഴിഞ്ഞു. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. അങ്ങനെ മിനൽ ജിന്നതി വന്നാസ്. 11ാമത്തെ ആയത്ത് ഓതിയപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1-ൽ 5, രണ്ടാമത്തെ അവസാനത്തെ സൂറത്തിൽ 6, അങ്ങനെ 11 ആയത്തുകൾ. قام النبي صلى الله عليه وسلم فكأنما نشط من عقال. ബോധരഹിതനായ ഒരു മനുഷ്യൻ, എഴുന്നേൽക്കാൻ കഴിയാതെ തളർന്നു കിടന്നിരുന്ന ഒരാൾക്ക് ബോധം തെളിഞ്ഞാൽ എങ്ങനെയാണോ അയാൾ എഴുന്നേൽക്കുന്നത്, അതുപോലെ ഹബീബായ നബി തങ്ങൾ ഈ 2 സൂറകളും ഓതി കഴിഞ്ഞപ്പോഴേക്കും നബി തങ്ങൾ എഴുന്നേറ്റിരുന്നു എന്ന് മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. സഹാബികൾ ചോദിച്ചു, നബിയെ, ആരാണ് അങ്ങയെ ഉപദ്രവിച്ചത് എന്ന ആളിന്റെ പേരങ്ങ് പറഞ്ഞല്ലോ. ലബീദ് ഇബ്നു അസം, അങ്ങാടിയിൽ എപ്പോഴും കാണുന്ന ആളാ. സഹാബികൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾ പോയിട്ട്. തങ്ങൾ പറഞ്ഞു, വേണ്ട, അങ്ങയെ ഉപദ്രവിച്ച ഒരാൾ ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഞങ്ങളത് കണ്ടു നിൽക്കുക നബിയെ, ഞങ്ങൾ അയാളെ ശരിയാക്കുന്നു. തൊടാൻ പാടില്ല. അമ്മല്ലാഹു ഫഖദ് ശഫാനി, അല്ലാഹു എനിക്ക് ശിഫ തന്നില്ലേ, അത് മതി. ഒരിക്കൽ പോലും ലബീദ് ഇബ്നു അസ്മിനോട് തങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാ. എങ്ങനെ ലബീദേ, എനിക്കെതിരെ ഈ ഒരു പരിപാടി ചെയ്തല്ലേ, നീ എന്നെ ഉപദ്രവിക്കാൻ ഇങ്ങനെ ചെയ്തല്ലേ, നീ എനിക്ക് സിഹർ ചെയ്തല്ലേ എന്ന് ലബീദ് ഇബ്നു അസ്ം മരിക്കണവരെ നബി തങ്ങൾ ചോദിച്ചിട്ടില്ല എന്നാ. അതാണ് ഹബീബിന്റെ ക്വാളിറ്റി. അതുകൊണ്ടാണ് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് മഹോന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാ നബിയെ.
ഒരാളുടെ പേരും നമുക്കൊന്നും അങ്ങനെ ഒരാളെ തെറ്റിദ്ധരിക്കാൻ പറ്റൂലേ. ആരെങ്കിലുമൊക്കെ വെറുതെ പറയും അമ്മായിന്റെ മോനാ ചെയ്തെന്നൊക്കെ, അതൊന്നും വിശ്വസിച്ച് അമ്മായിന്റെ മോൻ്റെ അടുത്ത് ചെല്ലരുതേ. അതൊന്നും ഖത്ഈയായ ദലാലത്തുകളല്ല. ആവാതിരിക്കാം, വഹയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും അത് ഉറപ്പിക്കാനോ അത് ശരിയാണെന്ന് ധരിക്കാനോ വിശ്വസിക്കാനോ പാടുള്ളതല്ല. കേട്ടുപോരി, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ചികിത്സിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു രീതിയിൽ അള്ളാഹു നൽകുന്ന കറാമത്ത് കൊണ്ടെങ്കിലും അവർക്ക് അങ്ങനെ ആര് ചെയ്തു, ആരുപദ്രവം ചെയ്തു എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു അറിവ് കിട്ടിയാൽ പോലും പ്രയാസം അനുഭവിക്കുന്നവരോട് അത് പറയാൻ പാടില്ല. കാരണം ഈ സിഹർ ചെയ്യുന്നത് തന്നെ തമ്മിൽ അടിയുണ്ടാക്കാനാണ്. ഇത് പറയുകൂടെ ചെയ്ത് എന്തായിരിക്കും, കത്തിക്കുത്തായി പോവില്ല. അത് പിശാചിന്റെ പണിയാണ്, ചെയ്യാൻ പാടില്ല, പറഞ്ഞു കൊടുക്കരുത്. നമുക്ക് ചികിത്സ നോക്കാം. ഇനിയൊരു കാര്യം പറഞ്ഞോട്ടെ, എന്ത് എന്തൊക്കെ അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഇൻസിയും ജിന്നിയും അർളിയും സമാവിയുമായ എല്ലാവിധ ഷർറിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. ഏത് സിഹർ സംഭവിച്ചാലും ശരിക്കും മനസ്സിലാക്കിക്കോളൂ. പെണ്ണുങ്ങളെ, മഹദികളെ, സഹോദരിമാരെ, പ്രത്യേകിച്ച് ചെവി തുറന്ന് കേൾക്കണേ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അരികത്ത് നിങ്ങൾ ചികിത്സ അന്വേഷിച്ചു പോയി എന്നിരിക്കട്ടെ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖിയായ ഒരു മനുഷ്യനെ സമീപിക്കാൻ പാടുള്ളൂ. ഇത് മതപരമായ ഒരു ചടങ്ങാണ്. അതുകൊണ്ട് ഇസ്ലാമേതര മറ്റു മതവിശ്വാസികളെ ഈ വിഷയത്തിൽ ചികിത്സിക്കാൻ പറ്റൂല. നിങ്ങൾ അരിഷ്ടം വാങ്ങി പോകുന്നുള്ളൂ, കുഴപ്പമില്ല. അവർ മരുന്ന് തന്നെ വാങ്ങിച്ചു. ആചാരപരമായ ആരാധനാപരമായ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടോ ജപിച്ചോ ചെയ്യുന്ന ഈ പരിപാടി ഇസ്ലാമേതര ഒരു മതവിശ്വാസത്തിൽ ചെന്നുകൊണ്ട് ചികിത്സ തേടാൻ പാടില്ലെന്നാണ് നമ്മുടെ ശരീഅത്തിന്റെ നിയമം. അതാണ്. നമ്മളെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമാണ്. ആരെയും കളിയാക്കരുതെന്നും ഒരു മതവിശ്വാസിയെയും നിങ്ങൾ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവർ അല്ലാഹുവിനെ പരിഹസിക്കും, അത് നിങ്ങൾക്ക് വിഷമുണ്ടാവും, അങ്ങനെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റു ദൈവങ്ങൾ ആരാധിക്കുന്ന മതവിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും അവരുടെ ആരാധ്യരെ കളിയാക്കരുത്, പരിഹസിക്കരുത് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ നോക്കണം. പക്ഷേ ഇബാദത്തിന്റെയും ഈമാനിന്റെയും നമ്മുടെ വിശ്വാസത്തിന്റെയും വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ കർക്കശമായും കണിശമായും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചികിത്സിക്കുന്ന ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കാം, ഇത് ഭയങ്കര പ്രശ്നം, ഇത് നിങ്ങൾ ഇന്നാലിന്ന ഒരു ആരാധനാലയം മുസ്ലിമീങ്ങളുടേതല്ലാത്ത ഇന്നാലിന്നൊരു സ്ഥലത്ത് നിങ്ങൾ നേർച്ചയോ വഴിപാടോ യാഗമോ ത്യാഗമോ നേർച്ചയോ എന്തെങ്കിലും ചെയ്തെങ്കിലേ ഇത് ഒഴിവാകൂ, ഞങ്ങളെ കൊണ്ട് ചെയ്ത് ഒഴിവാക്കി തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കലാമു കൊണ്ടും ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും ദുആ കൊണ്ടും സ്വാലിഹായ മനുഷ്യന്റെ റുഖ്യ കൊണ്ടും ക്ലിയർ ആവേണ്ട ഒരു വിഷയം ദീനിന്റെ പുറത്തേക്ക് മറ്റൊരു ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സയിലേക്ക് നിങ്ങളെ വഴിതിരിച്ചു വിടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അപകടകാരിയാണ്. അത് എത്ര തങ്ങളോ ഉസ്താദോ ഏത് ലെവലിൽ അറിയപ്പെടുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കൊരു പക്ഷെ അത് അറിയില്ലായിരിക്കാം. ഇൽമ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. ദീനിൽ ഇൽമില്ലാതെ, ഇൽമു കൊണ്ടാണ് ഇതിനൊക്കെ നടക്കുക. കറാമത്ത് കൊണ്ടല്ല ദീനിനെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയണം. കാരണം അള്ളാഹു അത്ഭുത സിദ്ധികൾ ഫാസിക്കുകൾക്കും കൊടുക്കും, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾക്കും കൊടുക്കും. സ്വാലിഹീന് കൊടുക്കുന്നതാണിതെന്ന് മനസ്സിലാവണമെങ്കിൽ ഇത് ശരീഅത്തുമായി യോജിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് ഇൽമു വേണം. ഇൽമു കൊണ്ടേ അള്ളാഹുവിന്റെ ദീനിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു ആബിദിനെ 1000 തവണ പറ്റിച്ചാലും ഒരു ആലിമിനെ പറ്റിക്കാൻ പിശാചിന് കഴിയൂല. അറിവില്ലാത്ത ആളുകൾ അവർക്ക് പോലും അറിയില്ലായിരിക്കാം. അവർ കേട്ടുപോകുന്നത്, അവർ പഠിച്ചത് അങ്ങനെ ആയിരിക്കാം. അവരെ പഠിപ്പിച്ച ആളുകൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക, ഇത് നിങ്ങൾ അവിടെ പോയിക്കോളൂ, ഇവിടെ പോയിക്കോളൂ. പോകരുത്. ക്ഷമിച്ച് അള്ളാഹുവിന്റെ വഴിയിൽ ആ പ്രയാസത്തിലായിട്ട് മരണപ്പെടുകയാണെങ്കിൽ പോലും അതാണ് നമുക്ക് ഖൈർ. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾ, ആബിദീങ്ങൾ, ഔലിയാക്കന്മാർ, സാദാത്യങ്ങൾ, ഉലമാ, അവരെ സമീപിക്കുന്ന അവർ റുഖീ ഒരു സ്ഥാനം കണ്ട് ശരിയായില്ല എന്ന് വരും. അടുത്ത് അങ്ങനെയല്ല, ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവില്ല. കാസർഗോഡ് പോയാൽ കിട്ടും. അപ്പോൾ കാഞ്ഞങ്ങാട് ചെറിയ ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ നിന്ന് ശരിയായി എന്ന് വരും. വലിയ ഹോസ്പിറ്റൽ തന്നെ പോകണമെന്നൊന്നും ഉണ്ടാവില്ല, അതിന് ചെറുത് മതിയാവും. അപ്പോൾ ഒരു പക്ഷേ ഒരു മുത്താലിമിനെ കൊണ്ട് നിങ്ങൾ റുഖ്യ ചെയ്യിച്ചാൽ മതിയാവും ചിലപ്പോൾ. അല്ലെങ്കിൽ വലിയൊരു ഉസ്താദിനെ കൊണ്ട് ചെയ്യിച്ചോളൂ, വലിയൊരു ആലിമിനെ കൊണ്ട് ചെയ്യിച്ചോളൂ എന്നല്ലാതെ വിവരമില്ലാതെ ബോർഡും വെച്ചിരുന്നിട്ട് ഒരുപക്ഷെ സിഹറാണ് അവർ ചെയ്യുന്നത് എന്ന് പോലും അവർക്കറിയില്ല. കിതാബൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ വാങ്ങിക്കാൻ കിട്ടുന്ന മുഴുവൻ തൊൽസമാച്ചകൾ മുഴുവൻ ഹലാൽ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ അപകടകരമായ വിഷയങ്ങളുണ്ട്. ഇന്ന നബിയ്യൻ മിനൽ അംബിയാഇ കാന യഖുത്ത് ഫമൻ വാഫഖ ഖത്തുഹു ഫദാക്. ഇത് മാത്രമേ നമുക്കത് തെളിവുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുന്ന എത്രയോ അപകടകരമായ ചികിത്സകൾ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഈ ഒരു ഈമാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയ പുണ്യനിബിധങ്ങൾ ത്യാഗം ചെയ്തത് സ്വല്ലല്ലാഹു. ബദറും ഉഹുദും ഹന്തക്കും ഹുനൈനും ഒക്കെ ഉണ്ടായത് ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഹമ്മദുർ റസൂലുള്ളാഹ് ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു ചെറിയ പ്രയാസം, ഒരു വേദന, ഒരു അസുഖം, അല്ലെങ്കിൽ സിഹറാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു സംഗതി, അതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആരാധനാ കർമ്മങ്ങളിലേക്കോ പൂജകളിലേക്കോ പോകരുത്. ഇതൊരു മുസ്ലിം എല്ലാ മതത്തെയും ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ഒരു മുസ്ലിം തന്റെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹാദിഹി ഉമ്മത്തുക യാ റസൂലല്ലാഹ്, നബിയേ ഇത് അങ്ങയുടെ സമുദായമാണ് നബിയേ എന്ന് ഖിയാമത്ത് നാളിൽ വരുന്ന വലിയ ഒരു സവാദുൽ അഅ്ളം, വലിയ ഒരു സംഘം ആളുകൾ. ومعهم 70,000 يدخلون الجنة بغير حساب ولا عذاب. ഒരു ശിക്ഷയോ ഒരു വിചാരണയോ ഇല്ലാതെ 70,000 ആളുകൾ അവരിൽ നേർക്കുനേരെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നവരുണ്ട് നബിയേ. അവരാരാണ്? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യക്തഊൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ പോകുമ്പോൾ സ്വഹാബികൾ വന്നു കണ്ടു. സിദ്ദീഖ് എന്നവരോട് ചോദിച്ചു, അറആക തബീബ്, ചോദിച്ചില്ലേ, ഡോക്ടർ വന്ന് കണ്ടോ എന്നാണ് അതിന്റെ അർത്ഥം. സ്വഹാബിമാർ ചോദിച്ചു. തദാവൂ യാ ഇബാദല്ലാഹ്, പുണ്യ നബി നിങ്ങൾ പറഞ്ഞ ഹദീസാണ്, അല്ലാഹുവിന്റെ പടപ്പുകളെ നിങ്ങൾ ചികിത്സിക്കണം, ഡോക്ടറെ കാണണം. അതിന് വലിയൊരു ഉദാഹരണ കുഞ്ഞുകോയത്തങ്ങളെ പുറകള്. തങ്ങൾ എന്തൊക്കെ റുഖിയ പറഞ്ഞു കൊടുത്താലും ഇന്നാലിൻ ഡോക്ടറെ പോയി കാണും, തങ്ങൾ എഴുതി തങ്ങളെ വിളിച്ചു പറയും, ഇന്നാലിന്റെ സ്ഥലത്ത് പോയി ഡോക്ടറെ കാണണം, മരുന്ന് കുടിക്കണം. ചിലപ്പോൾ പറയും സർജറി ചെയ്യണം, തങ്ങൾ പറയും സർജറി ചെയ്തോ, അതാണ് ഇതിന്റെ പരിഹാരം. നമ്മളൊക്കെ അള്ളാഹുവർക്ക് എന്താ പഠിച്ചോനെ സർജറി കൂടാതെ, അങ്ങനെ പറയേണ്ട അതിന്റെ സബബ് എന്താ നമുക്ക് അറിയില്ലല്ലോ. അള്ളാഹു ഷിഫാഇന്റെ സബബ് വെച്ചത് എന്താണ്? നമ്മൾ പറഞ്ഞിട്ട് ഒരു രോഗം നമുക്ക് വരാൻ പിന്നെ ഒരു ചാൻസും ഇല്ല. അത്രക്കാണ് നമ്മൾ പഠിച്ചോണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, എന്നാൽ എനിക്ക് തോന്നാറുണ്ട് റബ്ബേ അതൊക്കെ സൂഉൽ അദബി മഅ അല്ലാഹ്. നമ്മൾ അങ്ങനെ പഠിച്ചോനെ വയറുവേദന തരല്ലേ, തലവേദന തരല്ലേ, റോട്ട് കിടന്ന് മരിക്കല്ലേ, ആശുപത്രി കിടന്ന് മരിപ്പിക്കല്ലേ. ഇപ്പൊ എന്താ പിന്നെ എങ്ങനെ ദുനിയാവിന്ന് പോണ്ടേ? ഒരു കാരണം വേണ്ടേ? എന്ത് കാരണം കൊണ്ടാ പിന്നെ പോവാ? അങ്ങനെ അങ്ങ് പറഞ്ഞുകൂടാന്നാ. പടച്ചവനെ സഹിക്കാൻ പറ്റുന്നത്, സബറിന് കൂലി കിട്ടുന്നത്, മാരകമല്ലാത്തത്. അല്ലാഹുവേ പരീക്ഷണങ്ങൾ സഹിക്കാനുള്ള കരുത്തും സബറും നൽകണേ. മാരകാസുഖം കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ. പിന്നെ ബറസ്, ജുദാമ്, ജുനൂന്, നബി തങ്ങൾ കാവൽ ചോദിച്ച അസുഖങ്ങളുണ്ട്. ഭ്രാന്ത്, കുഷ്ഠരോഗം, അമ, കണ്ണ് നഷ്ടപ്പെടുന്നത്, വെള്ളപ്പാണ്ട്, ഭ്രാന്ത് പിടിക്കുക, അതൊന്നും വരുത്തരുതേ. അങ്ങനെയൊക്കെ ദ്വാരക്കാം. അല്ലാതെ നമ്മൾ പറയുന്ന വളരെ മൈന്യൂട്ടായ വിഷയങ്ങൾ ദ്വാരക്കാൻ അറിയുക എന്നതൊരു ഒരു ഫന്നാണ്. അത് അറിയേണ്ട ഒരു ഇൽമാണ്. ചിലക്കത് അറിയുന്നില്ല എങ്ങനെയാ ദ്വാരക്കേണ്ടത്. അങ്ങോട്ട് അള്ളാഹു പഠിച്ചോനെ നീ ഇങ്ങനെ ആക്കല്ലേ റബ്ബേ, പഠിച്ചോനെ എൻ്റെ കുട്ടികളും വലാലത്തിൽ ആക്കല്ലേ പഠിച്ചോനെ. അള്ളാഹുലേക്ക് സൂആയ കാര്യങ്ങൾ, മോശപ്പെട്ട വിഷയങ്ങളെ അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ പാടില്ല എന്നാ. ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ റബ്ബാണ് എനിക്ക് ശിഫ നൽകുന്നത്. ആര് പറഞ്ഞു? നബിയുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇദാ മരിൽതു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അല്ലാഹുവാണ് ശിഫ തരുന്നത്. ആരാ രോഗിയാക്കണത്? അല്ലാഹു അല്ലേ. ഇബ്രാഹിം നബി പറഞ്ഞില്ല എന്നാ, ഞാൻ രോഗിയായാൽ, അങ്ങനെയല്ല നീ എന്നെ രോഗിയാക്കിയാൽ എനിക്ക് നീ ശിഫ തരണേ, അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ അള്ളാഹുവിനോട് നീയാണ് രോഗിയാക്കുന്നത് എന്ന് റബ്ബിലേക്ക് ചേർത്തി പറയുന്നത് അള്ളാഹുവിനോട് അദബുകേട് കാണിക്കലാണ്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ പറയില്ലേ, കുട്ടനെ അങ്ങനെ ആക്കി കളയല്ലേ റബ്ബേ, എനിക്ക് ഇങ്ങനെ ആക്കല്ലേ, നീ ഞങ്ങൾ ഇടങ്ങേറാക്കല്ലേ, ബുദ്ധിമുട്ടാക്കല്ലേ പഠിച്ചവനെ. അങ്ങനെ പറയരുത്. അല്ലാഹു ഞങ്ങൾ ബുദ്ധിമുട്ടിലായി പോകരുതേ. അങ്ങനെ പറയാം, നമ്മളായി പോകരുതേ. പഠിച്ചവനെ ഞങ്ങളുടെ ചെറുപ്പക്കാരോ ഞങ്ങളോ ആരും ദലാലത്തിലായി പോകരുതേ റബ്ബേ, നീ ഹിദായത്ത് തരയണമേ. അള്ളാഹുവിനോട് അങ്ങനെ പറയാവൂ, നീ വഴികേടിലാക്കല്ലേ എന്ന് പറയരുത്. എന്നാൽ പോലും അല്ലാഹു ജല്ല ജലാലുവിന്റെ അദ്ദാത്തുൽ അലിയ്യു സുബ്ഹാനഹു, അല്ലാഹുവിലേക്ക് ഖൈർ മാത്രമേ ചേർത്തി പറയാൻ പാടുള്ളൂ. അതിന്റെ മഅനയൊക്കെ തഫ്സീർ ചെയ്യുമ്പോൾ ആലിമീങ്ങൾ അത്ര ഗൗരവത്തിലാണ് ഇതിനെ തഫ്സീർ ചെയ്യുക. അങ്ങനെ പറയുക, അള്ളാഹുവിനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് വരുന്ന എല്ലാ അസുഖത്തിനും കുറ്റക്കാരൻ അള്ളാഹുവാണ്. ആ രീതിയിൽ അള്ളാഹുവിനെ കുറ്റം ചാരി പറയുന്ന ദുആകൾ അങ്ങനെ ആയി പോകരുത്. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിനോട് അദബ് കാണിക്കുന്ന ഒരു ഇൽമ അള്ളാഹു തരട്ടെ. അത് വലിയ ഇൽമാണ്. അള്ളാഹുവിനോട് തഅദ്ദുബ് കാണിക്കാൻ, അള്ളാഹുവിനോട് അദബ് കാണിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യക്തവൂന വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സുദീഖ് തങ്ങളോട് ചോദിച്ചു, ഹൽ റആക തബീബ്, നിങ്ങളെ ഡോക്ടർ വന്ന് കണ്ടോ എന്ന് ചോദിച്ചു. ഡോക്ടർ വന്ന് കണ്ടോ? ഖാല നഅം,
അതെ അതെ അതെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനെ പോലെ നോക്കണം, എന്തൊരു നല്ല ചങ്ങാത്തമായിരുന്നു അല്ലേ. ആ രണ്ട് മഹത്തുക്കളും, ഹബീബ് തങ്ങൾക്കും 63 വഫാത്ത്, സിദ്ദീഖ് തങ്ങൾക്കും 63 വഫാത്ത്, ഉമർ എന്നവർക്കും 63 വഫാത്ത്. മാഷാ അല്ലാഹ്. അവർ 3 പേരും ഒരുമിച്ച് റൗളയിൽ ഹുജ്റത്തു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ ആ പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫിൽ നോക്കണേ, 3 പേരെയും അല്ലാഹു ഒരുമിപ്പിച്ചു. സിദ്ദീഖ് എന്നൊരു വഫാത്താകും തിങ്കളാഴ്ചയാണ്, തങ്ങളുടെ വഫാത്തും തിങ്കളാഴ്ചയാണ്. ഉമർ എന്നവരുടേത് എനിക്ക് അറിയില്ല, അല്ലാഹു അലം. സിദ്ദീഖ് തങ്ങൾ ആ പ്രയാസത്തിൽ രോഗിയായി കിടക്കുമ്പോഴേ അവർ ചോദിച്ചു, ഹൽ റആക തബീബ്, ഡോക്ടർ വന്ന് കണ്ടോ? ഖാല നഅം, ആ കണ്ടു. മാദാ ഖാൽ, എന്തേ ഡോക്ടർ പറഞ്ഞത്? മരുന്ന് കുടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ഗുളിക തന്നു, അരിഷ്ടം തന്നു, ഇതൊക്കെയാ പറയാ. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സിദ്ദീഖ് എന്നവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇന്നി ഫഅലുൽ ലിമാ ഉരീദ്, അബൂബക്കറെ, നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു ചെയ്യും എന്ന് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പൊ സഹാബികൾക്ക് മനസ്സിലായി ഇത് ഏത് ഡോക്ടറെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു ജല്ല ജല. അത് ആ സിദ്ദീഖ് തങ്ങളുടെ ആ ഒരു നിലപാടാണ് ഈ 70,000 പറഞ്ഞ ഈ സ്വഭാവം. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇതുപോലെയുള്ള ഒരു ഉയർന്ന തവക്കുൽ ഒരു പക്ഷേ നമുക്കുണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് പരിശ്രമിക്കണം. ഡോക്ടറെ പോയി കാണരുത് എന്നുമല്ല അതിനർത്ഥം. സിദ്ദീഖ് എന്നവര് സമ്പത്ത് മുഴുവൻ അള്ളാഹ്ക്ക് സദഖ ചെയ്ത സ്വഹാബിയാണ്. നമ്മളോട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ചെലവ് കഴിച്ച് ബാക്കിയുള്ളത്, യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്വ, അഫ്വയെ കൊടുക്കുക. അഫ്വ എന്ന് പറഞ്ഞാൽ മാ സാദ, നിങ്ങളുടെ മാ ഫദല അൻ ഹാജതിക്കും, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതേ ദാനം ചെയ്യേണ്ടതുള്ളൂ. അതാ ഖുർആൻ പറഞ്ഞത്. സിദ്ദീഖ് എന്നവർ എന്ത് ചെയ്തു? മുഴുവൻ അങ്ങോട്ട് കൊടുത്തു, അല്ലേ? മുഴുവൻ കൊടുത്തു. അതിന് അൽ ഈമാനു സിദ്ദീഖി, സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ അങ്ങനെയാണ് റളിയല്ലാഹു തആല അൻഹു. എന്റെ ഉമ്മത്തികളുടെ ഓരോരുത്തരുടെയും മനസ്സിലെ ഈമാനിനെ ചുരണ്ടിയെടുത്ത ഒരു തുലാസിൽ അതിൽ ആരൊക്കെ പെട്ടു? ഹബീബിന്റെ 1,00,000 വരുന്ന സ്വഹാബികളുടെ ഈമാൻ പെട്ടു. താബിഈങ്ങളുടെ ഖിയാമത്ത് നാൾ വരാൻ പോകുന്ന മുഴുവൻ ആളുകളുടെയും ഈമാൻ തുലാസിന്റെ ഒരു തട്ടില്. എന്റെ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ ലറജഹ ഈമാനു സിദ്ദീഖ്. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളുടെ ഒരൊറ്റ ഈമാന് കൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ ഈമാനിനേക്കാളും ഭാരമുള്ള ഈമാൻ സിദ്ദീഖ് എന്നവർക്കുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അമ്പിയാക്കന്മാർ മുഴുവൻ സ്വർഗ്ഗത്തിൽ കടന്നാൽ പിന്നെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഭാഗ്യം ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കാണ്. യാ അല്ലാഹ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ഹബീബിന്റെ സ്വാഹിബഹു ഫിൽ ഗാർ, ഥൗർ ഗുഹയിൽ ഹബീബിന്റെ കൂടെ ഒളിച്ചു താമസിച്ച ഹബീബിന്റെ ജീവനോളം തുല്യനായ സ്വഹാബിയാണ്, റഫീഖാണ്, സ്വാഹിബാണ്. സ്വാഹിബഹു ഫിൽ ഗാർ എന്ന് ഖുർആൻ വിളിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോഴേ തങ്ങളുടെ കൂടെ അന്ന് ഉച്ചക്ക് സമയം നട്ടുച്ച നേരത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ വന്നല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ വീട് വളഞ്ഞു. ആ വീട് വളഞ്ഞ ആളുകൾക്ക് നബി തങ്ങളെ കിട്ടിയില്ല. തങ്ങൾ സൂറത്തു യാസീനിലെ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്നതുവരെ ഓതിയിട്ട് ഒരു പിടി മണലിലേക്ക് ഊതിയിട്ട് അങ്ങോട്ട് വാതിൽ തുറന്നു എറിഞ്ഞു. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നബിയെ, ഇറ്റ് വാസന്റ് യു ഹു ത്രൂ ഇറ്റ്, ഇറ്റ് വാസ് അല്ലാഹ്. എല്ലാരെ കണ്ണിലും വിട്ടു. ആ എറിഞ്ഞത് അല്ലാഹുവായിരുന്നു നബിയെ. ഖുർആൻ പറഞ്ഞു, നിങ്ങളല്ല എറിഞ്ഞത്, അത് അല്ലാഹുവാണ് എറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നേരെ പോയി സിദ്ദീഖ് നിങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോഴേക്കും വെളിച്ചം വന്ന് ചൂട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് ലബ്ബൈക യാ റസൂലല്ലാഹ്. എന്തേ നബിയെ, എന്തേ നബിയെ? അപ്പൊ ആരുമില്ല, മക്കയിൽ ആരുമില്ല, എല്ലാ മുസ്ലിമീങ്ങളും പോയിട്ടുണ്ട്. ഉമർ എന്നവര് വരെ പോയിട്ടുണ്ട്. മക്കയിൽ ആകെയുള്ളത് ആരാ? സിദ്ദീഖ് എന്നവര്, അഷ്റഫുൽ ഖൽഖ് തങ്ങള്, അലിയാർ തങ്ങള്, അറിയപ്പെട്ട പിന്നെ രോഗികൾ, വയ്യാത്തവര്. വേറെ എല്ലാ മുസ്ലിമീങ്ങളും മദീനത്തേക്ക് പോയി കഴിഞ്ഞു. ഹിജ്റ ഭയങ്കര അത്ഭുതമായിരുന്നല്ലോ. ഒരു നേതാവ് എന്താണെന്ന് കാണിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് മുഴുവനും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അവസാനമാണ് നേതാവ് രക്ഷപ്പെടുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ബഷാർ അൽ അസദ് പിടിക്കുന്ന മുമ്പ് തന്നെ ഫ്ലൈറ്റ് കയറിപ്പോയി. ഇനി എന്തോ സംഭവിക്കട്ടെ, എനിക്ക് ശേഷം തൂഫാന് നടന്നാലും കുഴപ്പമില്ല, ഞാൻ തടി രക്ഷപ്പെടുത്തട്ടെ. ലോക നേതാക്കന്മാർ അങ്ങനെയാണ്.
അവര് ഒരു ക്രൈസിസിലാകുമ്പോ അവരുടെ തടി നോക്കാനാ നോക്കുക. നാടിൽ എന്ത് സംഭവിക്കും, ആര് നോക്കും ഭരണം, ഇതൊന്നും പിന്നെ അവർക്ക് വിഷയമല്ല. ഞാൻ നഫ്സി നഫ്സി. പുണ്യ നബി ചെയ്തത് എന്താ? സ്വഹാബികളെ നിങ്ങളൊക്കെ പോയിക്കോളൂ. 2 ആഴ്ച 1 മാസം മുമ്പ് നബി ഞങ്ങൾ ഓരോരുത്തരെയും രാത്രിക്ക് രാത്രി പറഞ്ഞയച്ചു തുടങ്ങി. അവരൊക്കെ മദീനയിലെത്തി. എന്നിട്ട് എക്സ്ട്രീം ഡേഞ്ചറിലാ തങ്ങൾ മക്കയിൽ നിന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ക്വാളിറ്റിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികളോട് മുഴുവൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോളൂ. അവരൊക്കെ മദീന, ഹംസ തങ്ങളടക്കം മദീനയിലാ. നോക്കണം, ഹബീബിന്റെ കൂടെ നിൽക്കുന്ന സയ്യിദ് ശുഹദാ ആയി മാറിയ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അടക്കം മദീനയിൽ നബിയെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു റളിയല്ലാഹു തആല. സഅദ് ഇബ്നു റബീഅ എന്നവരും സഅദ് ഇബ്നു ഉബാദ തങ്ങളും സഅദ് ഇബ്നു മുആദ് എന്നവരും സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ, എല്ലാ സഅദുമാരും മദീനയിലാണ്. അൻസ്വാരികൾ അവരവിടെ കാത്തിരിക്കുകയാണ്. തങ്ങൾ ഒറ്റക്കായിരുന്നു ഇവിടെ സിദ്ദീഖ് തങ്ങളുടെ കൂടെ. അലി തങ്ങൾ ചെറിയ 19-20 വയസ്സാവുന്നല്ലേ ഉള്ളൂ ആ സമയത്ത് റളിയല്ലാഹു തആല അൻഹു. സിദ്ദീഖ് തങ്ങളോട് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് എനിക്ക് അങ്ങയോടൊരു സ്വകാര്യം പറയാനുണ്ട്, അവിടെ മാറി നിൽക്കുന്നു പറഞ്ഞു. സിദ്ദീഖ് എന്നൊരു മറുപടി കൊടുത്തു, വല്ലാത്തൊരു മറുപടി. ഇൻഹും ഇല്ലാ അഹ്ലുക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങേക്കൊരു സ്വകാര്യം എന്നോട് പറയാനുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരെ മാറ്റി നിർത്തിയിട്ട് അങ്ങക്ക് എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? എന്റെ വീട്ടുകാർ അങ്ങയുടെ വീട്ടുകാർ തന്നെയല്ലയോ? അങ്ങയുടെ സ്വകാര്യം എന്റെ വീട്ടുകാര് പരസ്യപ്പെടുത്തുമെന്ന് തോന്നുന്നുവോ? അങ്ങ് ഇവിടെ പറഞ്ഞോളൂ നബിയെ, അങ്ങേക്ക് വിശ്വസിക്കാം എന്റെ വീട്ടുകാരെ. അതാണത്, അവരെ വിശ്വസിക്കാം, അവർ വഞ്ചിക്കൂല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയാണെന്ന്. അസ്മാ ബീവിയാണ് ഒരു മുതിർന്ന മോളായത്. ആ സമയത്ത് അസ്മാ ബീവി ഗർഭിണിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന മോനെ പ്രസവിച്ചിട്ടില്ല. ആ ഗർഭവും കൊണ്ട് 550 കിലോമീറ്റർ യാത്ര ചെയ്ത മഹദിയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. മദീനത്തെത്തിയപ്പോ മക്കക്കാരായ